മംഗളൂരുവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമം. കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ 2 പേർ പിടിയിൽ, ഒരാൾ രക്ഷപ്പെട്ടു. കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ്, ഇടുക്കി സ്വദേശി മുരളി എന്നിവരാണ് പിടിയിലായത്. കൊണാജി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദർലക്കട്ട ജംഗ്ഷനിലാണ് സംഭവം. മംഗളൂരു കൊണാജി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദർലക്കട്ട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം കൊള്ളയടിക്കാനായിരുന്നു ശ്രമം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവർ പിടിയിലായി. സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട കാസർകോട്ടെ അബ്ദുൾ സലാമിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. ദർലക്കട്ട ജംഗ്ഷനിലെ SMT ബേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മുത്തൂറ്റ് ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചിലാണ് ഞായറാഴ്ച പുലർച്ചെ കൊള്ളയടിക്കാൻ ശ്രമം നടന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൂട്ടുമുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അലാറം മുഴങ്ങുകയായിരുന്നു. ഇതോടെ സ്ഥാപനത്തിന്റെ കൺട്രോൾ റൂമിലേക്ക് സന്ദേശവും പോയി. ഫിനാൻസ് അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു. ഇതിനിടയിൽ അലാറം മുഴങ്ങുന്നത് കേട്ട ഓടിയെത്തിയ നാട്ടുകാർ കെട്ടിടം വളഞ്ഞ് ഇടുക്കി സ്വദേശി മുരളി, കാഞ്ഞങ്ങാട് സ്വദേശി ഹർഷാദ് എന്നിവരെ അകത്തു പൂട്ടിയിട്ടു. വിവരമറിഞ്ഞ ACP ധന്യ നായക്കും കൊണാജി ഇൻസ്പെക്ടർ രാജേന്ദ്രനും സ്ഥലത്തെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രക്ഷപ്പെട്ട അബ്ദുൽ ലത്തീഫിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. മുരളിക്കെതിരെ ചന്ദേര പോലീസിൽ വിജയ ബാങ്ക് ശാഖയിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട നേരത്തെ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു.